റെയിൽവേയിലെ പരിഷ്കാരങ്ങൾ യാത്രക്കാരിൽ ഉണ്ടാക്കിയിട്ടുള്ള സന്തോഷം ചെറുതല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ട്രെയിൻ യാത്രയല്ല ഇപ്പോൾ ഉള്ളത്. അതിവേഗ സർവീസുകളും കൂടുതൽ ബോഗികളും ഒപ്പം സേവന രംഗത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ റെയിൽവേക്ക് കയ്യടി നേടിക്കൊടുത്തു കഴിഞ്ഞു. എങ്കിലും ട്രെയിനുകളുടെ ഉള്ളിലെ വൃത്തിയുടെ കാര്യം വരുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് സത്യം. വൃത്തിഹീനമായ ശുചിമുറികളും ഭക്ഷണ വിതരണത്തിലെ വൃത്തിക്കുറവുമെല്ലാം പലപ്പോഴും വാർത്തയാകാറുമുണ്ട്. പല ട്രെയിനുകളും ഒന്ന് കഴുകിയിട്ട് ആഴ്ചകളായോ എന്ന് തോന്നിപ്പോകും വിധം പൊടിയിലും ചെളിയിലും മുങ്ങിയിരിക്കുന്നതായും കാണാം. പരിഷ്കരണത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ റെയിൽവേ എങ്കിലും ഈ വൃത്തിഹീന സാഹചര്യങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാതെ പോകുന്നതായും കാണാറുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ ഇനി അതിനും മാറ്റം വന്നേക്കാം എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ട്രെയിനുകൾക്ക് പുറത്തും അകത്തും ശുചിത്വം നിലനിർത്താനാകും എന്നത് തെളിയിക്കപ്പെടുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി കോച്ചുകൾ കഴുകുന്നതിനും പരിപാലിക്കുന്നതിനുമായി ഹൈ പ്രഷർ ഡ്രോണുകളുടെ സേവനം ഉപയോഗിക്കപ്പെടുത്തിയാലോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ റെയിൽവേ. ഇതിന്റെ ഭാഗമായുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള കഴുകൽ ഗുജറാത്തിൽ പരീക്ഷിക്കുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് ഹൈ പ്രഷർ ഡ്രോണുകളുടെ സഹായത്താൽ കുളിച്ച് കുട്ടപ്പനായത്. ഡ്രോണുകൾ കോച്ചിനേക്കാൾ ഉയരത്തിൽ പറന്നാണ് കോച്ചുകളെ സ്പ്രേ വാഷ് ചെയ്തത്. വെറും 30 മിനിറ്റ് കൊണ്ട് പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ സംവിധാനം കൊണ്ട് 25 കോച്ചുകൾ കഴുകാൻ സാധിക്കും. സാധാരണഗതിയിൽ 2.5 മുതൽ 3 മണിക്കൂർ വരെയാണ് കോച്ചുകൾ കഴുകി വൃത്തിയാക്കാനായി ചെലവഴിക്കുന്ന സമയം. ഇത് 30 മിനിറ്റായി ചുരുക്കിയെന്ന് മാത്രമല്ല, കൂടുതൽ കൃത്യതയോടെ ചെയ്യാനും സാധിച്ചു. സൂറത്തിലെയും ഉത്നയിലെയും റെയിൽവേ സ്റ്റേഷനുകളിലാണ് പരീക്ഷണ കഴുകൽ നടന്നത്. ട്രെയിനുകൾ മാത്രമല്ല, ഈ വാഷിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ച് റൂഫിംഗ് ഷീറ്റുകൾ, സ്റ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയും വൃത്തിയാക്കാമെന്ന് അധികൃതർ പറയുന്നു. സൂറത്തിൽ നിന്നുള്ള 2 യുവാക്കളാണ് ഡ്രോൺ സാങ്കേതികതയുടെ പിന്നിൽ. ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ വേണ്ടിവരുന്ന ചെലവ് ഏകദേശം 4 ലക്ഷം രൂപയാണ്. റെയിൽവേ ബോർഡിന്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ വൈകാതെ ഹൈപ്രഷർ ഡ്രോണുകൾ റെയിൽവേയുടെ ഭാഗമാകും. എന്നാൽ ഈ സംവിധാനം സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗമല്ലെന്ന് വാദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഹൈപ്രഷർ ഹോസുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ കറങ്ങുന്ന ബ്രഷുകൾ കൊണ്ട് വേഗത്തിൽ ട്രെയിനുകളുടെ പുറം ഭാഗങ്ങൾ ഡ്രോണുകളേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കഴുകാൻ കഴിയുമെന്ന് വാദിക്കുന്നവരാണിവർ. എന്തായാലും കോച്ചുകളേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണ്ടത് റെയിൽവേ സ്റ്റേഷനുകളിലെ ടോയ്ലറ്റിനാണെന്നു കൂടി റെയിൽവേ ചിന്തിച്ചാൽ ട്രെയിനുകൾക്കുള്ളിലും വൃത്തി ഉണ്ടാകും. ശുചിത്വമില്ലായ്മയ്ക്ക് പേരുകേട്ട ഇന്ത്യൻ റെയിൽവേ പുതിയ സംവിധാനത്തോടെ മെച്ചപ്പെടുമെന്നാണ് നിഗമനം.